ലേണിനോ ഇത് നമ്മുടെ NDPC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, GK സെക്ഷൻ ആണ് നോക്കുന്നത്. ഹു ഈസ് ദ ഓതർ ഓഫ് ദ ആൻഷ്യൻ സാൻസ്ക്രിത് ഗ്രാമർ ബുക്ക് അഷ്ടദ്ധായി? ഇപ്പം പുരാതനമായ സംസ്കൃത ബുക്കായിട്ടുള്ള ആൻഷ്യൻ സാൻസ്ക്രിത് ഗ്രാമർ ബുക്ക് അഷ്ടദ്ധായിയുടെ ഓതർ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആരാണ് അഷ്ടദ്ധായിയുടെ ഓതർ എന്ന് പറയുന്നത്? പാണിനിയാണ്. പാണിനിയാണ് അഷ്ടദ്ധായിയുടെ ഓതർ എന്ന് പറയുന്നത്. ഇപ്പം അഷ്ടദ്ധായി എന്ന് പറയുന്നത് ഒരു സംസ്കൃത ഭാഷയിലുള്ള ഒരു എസ്സേ ഒരു ഗ്രാമർ ആണ്. അത് 6th സെഞ്ചുറിയിലാണ് ഈ ബുക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. 4000 സൂത്രങ്ങളൊക്കെ ഉള്ള ഒരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വേദിക് റിലീജിയനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് ഈ പാണിനി എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അഷ്ടദ്ധായിയുടെയാണ് പാണിനി. ഹു ഇസ് ദ ഓതർ ഓഫ് പഞ്ചസിദ്ധാന്തിക ബൃഹത് സംഹിത ആൻഡ് സാഖ്യ സിദ്ധാന്ത? ബൃഹത് സംഹിതയുടെയും സാഖ്യ സിദ്ധാന്തയുടെയും ഓതർ ആരാണെന്നാണ് ചോദിച്ചത്. ആര്യഭട്ടയാണോ, ബ്രഹ്മഗുപ്തനാണോ, ഭാസ്കരാചാര്യനാണോ, വരാഹമിഹിരനാണോ? അപ്പൊ ഇതിന്റെ ആൻസർ വരാഹമിഹിരനാണ്. വരാഹമിഹിരനാണ് ഈ ബുക്കുകൾ എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടന്റ് ഫോർമുലാസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പഞ്ചസിദ്ധാന്ത എന്നുള്ള ബുക്കില് 5 പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അസ്ട്രോളജിയെ കുറിച്ചും അങ്ങനെ ആ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വരാഹമിഹിരനാണ് ഈ ബുക്കുകൾ എഴുതിയിട്ടുള്ളത്. ഹു ഈസ് ദ കമ്പൈലർ ഓഫ് ദ ബുക്ക് തിരുക്കുറൾ? തിരുക്കുറൾ എഴുതിയതാര്? അപ്പൊ തിരുക്കുറൾ എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്ന എഴുതിയത് തിരുവള്ളുവർ ആണ്. ആരാണ്? തിരുവള്ളുവർ. അപ്പൊ ഇത് ഏത് കാലത്തൊക്കെയാണ്? തിരുക്കുറൾ എന്ന് പറയുന്നത് തമിഴ് ലിറ്ററേച്ചർ ആണ്. ഏതാണ്? ഇതൊരു തമിഴ് ലിറ്ററേച്ചർ ആണ്. അപ്പം ഇത് ചോദിക്കും ഏത് ലാംഗ്വേജിലാണെന്നൊക്കെ ചോദിക്കും. തമിഴ് ലിറ്ററേച്ചർ ആണ്. തമിഴ് ലാംഗ്വേജിലുള്ള ഒരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. 133 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ബുക്കാണ് ഇത്. തിരുക്കുറളിന്റെ ആണ് തിരുവള്ളുവർ എന്ന് പറയുന്ന ബുക്ക്. അടുത്ത ചരക സംഹിത എന്ന് പറയുന്നത് എന്തിന്റെ ബ്രാഞ്ച് ആണ്? ചരക സംഹിത അലോപ്പതിയുടെ ബ്രാഞ്ച് ആണോ, ആയുർവേദമാണോ, ഹോമിയോപ്പതി ആണോ, യുനാനിയാണോ? ആയുർവേദത്തിന്റെ ബ്രാഞ്ച് ആണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഇത് സാൻസ്ക്രിത് ലാംഗ്വേജിലാണ്. സാൻസ്ക്രിത് ലാംഗ്വേജിൽ ഉള്ള ഒരു ബുക്കാണ് ചരക സംഹിത. ചരക എന്ന് പറയുന്ന മഹർഷിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. സുശ്രുത ഈസ് നോൺ ആസ്? സുശ്രുതയെ അറിയപ്പെടുന്നത് എന്താണ്? സുശ്രുതയെ അറിയപ്പെടുന്നത് ഇന്ത്യൻ മെഡിസിന്റെ ഫാദർ എന്നാണോ, ഇന്ത്യൻ സർജറിയുടെ ഫാദർ എന്നാണോ? എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സർജറിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത് സുശ്രുതനെ. ഇന്ത്യൻ സർജറിയുടെ ഫാദർ എന്നാണ് സുശ്രുതനെ അറിയപ്പെടുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് കിങ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ രാജതരംഗിണി? ഇപ്പൊ രാജതരംഗിണി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് ഏത് രാജാക്കന്മാരെയാണ്? വിച്ച് സ്റ്റേറ്റ്സ് കിങ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ രാജതരംഗിണി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ? കാശ്മീരിലുള്ള അവരെയാണ് രാജതരംഗിണി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കാശ്മീരിലുള്ള ആൾക്കാരെയാണ്, രാജാക്കന്മാരെയാണ്. ആൻഷ്യന്റ് ഇന്ത്യൻ ലീഗൽ ഡോക്യുമെന്റ് മനുസ്മൃതി. ഇപ്പൊ രാജതരംഗിണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. രാജതരംഗിണി ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരാണ് രാജതരംഗിണി? കൽഹനയാണ് കേട്ടോ. കൽഹന എന്ന് പറയുന്ന ആളാണ് രാജതരംഗിണി എഴുതിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുസ്മൃതി എഴുതിയത് ആരാണെന്നാണ്. മനുസ്മൃതി ഏത് ഭാഷയിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനുസ്മൃതി എന്ന് പറയുന്നത് സാൻസ്ക്രിത് ഭാഷയിലുള്ള ഒരു ബുക്കാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ തിയോളജി എന്നതിനൊരു പേരുണ്ട്. സോഷ്യൽ ക്ലാസസിനെ കുറിച്ചിട്ടാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിറ്ററേച്ചർ ഈസ് നോട്ട് റിട്ടൺ ഇൻ സംസ്കൃത്? സംസ്കൃതത്തിൽ എഴുതാത്തത് ഏത്? നമ്മൾ പറഞ്ഞ തിരുക്കുറൾ തിരുവള്ളൂർ തമിഴ് ലാംഗ്വേജിൽ എഴുതിയതാണെന്ന് പറഞ്ഞു. ബാക്കി ഇതെല്ലാം മേഘദൂതും രാജതരംഗിണിയും രത്നാവലിയും ഒക്കെ എഴുതിയതാരാണ്? ഇത് മാത്രം തമിഴിലാണ്. തിരുവള്ളുവർ എഴുതി തിരുക്കുറൾ.
ബാക്കി ഇതെല്ലാം ഏതിലാണ്? സംസ്കൃത ഭാഷയിലാണ്. ബാക്കിയുള്ള ഇതെല്ലാം സംസ്കൃത ഭാഷയിലുള്ളതാണ്. അപ്പം രത്നാവലി എഴുതിയതാരാ? രത്നാവലിയുടെ ഓദർ ഹർഷയാണ് രത്നാവലിയുടെ ഓദർ. രാജതരംഗിണിയുടെ ഓദർ എന്ന് പറയുന്നത് കൽഹനനാണ് രാജതരംഗിണിയുടെ ഓദർ എന്ന് പറയുന്നത്. മേഘദൂതിന്റെ ഓദർ ആരാണ്? കാളിദാസയാണ് മേഘദൂതിന്റെ ഓദർ എന്ന് പറയുന്നത്. കാളിദാസയാണ്. അപ്പം അത്രയും കഴിഞ്ഞു. വിച്ച് വൺ ഓഫ് ദീസ് വാസ് ആൻ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഭരതാണോ, ബാനയാണോ, ഭാസ്കറാണോ, ഭവഭൂതിയാണോ? ആരാണ്? ഭാസ്കരയാണ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ എന്ന് പറയുന്നത്. 680 AD-യിലാണ്. 680 AD-യിലാണ്. ഇതൊരു ഗ്രേറ്റ് 7th സെഞ്ചുറി മാത്തമാറ്റീഷ്യൻ ആണ്. 7th സെഞ്ചുറിയിലുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ഭാസ്കർ. 600-680 AD-യിലാണ് അദ്ദേഹത്തിന്റെ. ഇദ്ദേഹം കൂടുതൽ ആര്യഭട്ട വർക്കുകളെ കുറിച്ചിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഡീവിയൽ ഇന്ത്യൻ ബുക്ക് റിട്ടൺ ഓൺ മാത്തമാറ്റിക്സ്? അത് നമ്മൾ കഴിഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹൂ ട്രാൻസ്ലേറ്റഡ് മനുസ്മൃതി ഇൻറ്റു ഇംഗ്ലീഷ്? മനുസ്മൃതിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ജോർജ് ബുള്ളറാണ്. ജോർജ് ബുള്ളറാണ് എന്ത് ചെയ്തത്? മനുസ്മൃതിയെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ജോർജ് ബുള്ളറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. തഞ്ചാവൂരിലെ ചോള റൂളേഴ്സ് വേർ ദ ഗ്രേറ്റ് ബിൽഡേഴ്സ് ഓഫ് മാഗ്നിഫിസന്റ് ടെമ്പിൾസ് ദാറ്റ് ബിൽഡ് ദ ഡാഷ് ടെമ്പിൾസ് ഓഫ് തഞ്ചാവൂർ. തഞ്ചാവൂർ ഏത് ടെമ്പിൾസ് ആണ് ചോള രാജാക്കന്മാർ പണികഴിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലും ഏത് രാജാക്കന്മാര് ഏതാണ് പണി കഴിപ്പിച്ചത്? തഞ്ചാവൂരുള്ളവര് ബൃഹദേശ്വര ടെമ്പിൾസ് ആണ് ഏത് പണി കഴിപ്പിച്ചത്? തഞ്ചാവൂര് ബൃഹദേശ്വര ടെമ്പിൾസ് പണി കഴിപ്പിച്ചത് ആരാണെന്ന് വെച്ചാലാണ് തഞ്ചാവൂര് ചോള രാജാക്കന്മാരാണ്. ബൃഹദേശ്വര ടെമ്പിൾസ് പണി കഴിപ്പിച്ചത് ആരാണ്? ചോള രാജാക്കന്മാരാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് തഞ്ചാവൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു 13,000 ടൺസ് ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു ടെമ്പിൾ ആണ്. 216 ഫീറ്റ് ടോളുള്ള ഒരു ടെമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. ജഗന്നാഥ ടെമ്പിൾ ഇൻ പുരി. പുരിയിലെ ജഗന്നാഥ ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആരാണ്? ഹൂ കൺസ്ട്രക്ടഡ് ജഗന്നാഥ ടെമ്പിൾ ഇൻ പുരി എന്ന് ചോദിച്ചാൽ പുരി എവിടെയാണ്? ഒഡീഷയിലാണ് പുരി എന്ന് പറയുന്നത്. അത് ആരാണ് പണി കഴിപ്പിച്ചത്? ആനന്ദവർമ്മൻ ചോണ്ടുഗാങ് ആണ് അത് പണി കഴിപ്പിച്ചത്. ജഗന്നാഥ ടെമ്പിൾ പുരി എന്ന് നമ്മൾ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ജഗന്നാഥ ടെമ്പിൾ പുരിയാണ്. അപ്പം ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ആരാണ് പണി കഴിപ്പിച്ചതെന്ന് അറിയാം? ആനന്ദവർമ്മൻ ചോണ്ടുഗാണ് ഇത് പണി കഴിപ്പിച്ചതെന്നും നമുക്കറിയാം. സോമനാഥ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫേമസ് ആയിട്ടുള്ള സോമനാഥ ടെമ്പിൾ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗുജറാത്ത് പണ്ടത്തെ സൗരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുപോലെ തന്നെ ഇതിനകത്ത് ലോർഡ് കൃഷ്ണനെ തന്നെയാണ് ഇവിടെ ഉള്ളത്. 1024 മുഹമ്മദ് ഗസ്നിയുടെ ഒക്കെ ടൈമിലായിരുന്നു ഇത് ഉള്ളത്. അപ്പം എവിടെയാണ് സോമനാഥ ടെമ്പിൾ ഉള്ളത്? ഗുജറാത്തിലാണ് സോമനാഥ ടെമ്പിൾ ഉള്ളത്. ഗുജറാത്തിലാണെന്ന് ഓർക്കുക. എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോമനാഥ ടെമ്പിൾ എവിടെയാന്ന് പറഞ്ഞു? ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മാർബിൾ ടെമ്പിൾ ബിൽറ്റ് ബൈ വിമൽ ഷാ? വിമൽ ഷാ പണിഞ്ഞ മാർബിൾ ടെമ്പിൾ ഏതാണ്? വിമൽ ഷാ പണിഞ്ഞ മാർബിൾ ടെമ്പിൾ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിൽവാര ടെമ്പിൾ ആണ് വിമൽ ഷാ പണിഞ്ഞ മാർബിൾ ടെമ്പിൾ. എവിടെയാണ്? ദിൽവാര എന്ന് പറയുന്നതാണ്. ദിൽവാര ടെമ്പിൾ എന്തൊരു ടെമ്പിൾ ആണ്? ഇറ്റ് ഈസ് എ ജെയിൻ ടെമ്പിൾ ആണ്. ജെയിൻ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ജെയിൻ ടെമ്പിൾ ആണ്. ഇത് എവിടെയാണ്? മൗണ്ട് അബൂരാണ്. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്
ഏത് ദിൽവാര ടെമ്പിൾ ഉള്ളത്. ഇത് 11th and 13th സെഞ്ചുറിയിലാണുള്ളത്. 11th and 13th സെഞ്ചുറിയിലാണ്. ഏത് ഡൈനാസ്റ്റിയുടെ കാലത്താണെന്ന് വെച്ചാല് ചാലൂക്യ ഡൈനാസ്റ്റിയുടെ കാലത്താണ്. ഏത് ഡൈനാസ്റ്റിയാണ്? ചാലൂക്യ ഡൈനാസ്റ്റിയുടെ കാലത്താണ്. അതുപോലെ തന്നെ വൈറ്റ് മാർബിൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ഈ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ആദിനാഥിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഉള്ള ഒരു ടെമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇത് ചാലൂക്യ ഡൈനാസ്റ്റിയില് ഇത് കമ്മീഷൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ 1031 AD ഇത് കമ്മീഷൻ ചെയ്തത്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അവിടെയുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. അവിടെയുള്ള കാർലി ഫേമസ് ഫോർ ബുദ്ധിസ്റ്റ് കേവ്സ്. കാർലി കേവ്സ് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കാർലി കേവ്സ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഇത് 2 BC to AD ഒക്കെ ഇടയ്ക്ക് 5th സെഞ്ചുറിക്കും 10th സെഞ്ചുറിക്കും ഒക്കെ ഇടയ്ക്കായിട്ടാണ് ഇത് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഇത്രയും പഴക്കമുള്ളതാണ്. കാർലി ബുദ്ധിസ്റ്റ് കേവ്സ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? നമ്മൾ പറഞ്ഞു എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. Among the Buddhist caves, the best preserved cave is Karli Caves, which is located in എവിടെയാണ്? മഹാരാഷ്ട്ര. ബിംബേത്ക എന്ന് പറയുന്നത് എന്തിന് ഫേമസ് ആണ്? ബിംബേത്ക കേവ്സ്. ബിംബേത്ക കേവ്സ് എന്തിനാണ്? റോക്ക് ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ്. റോക്ക് ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഫേമസ് ആണ് ബിംബേത്ക എന്ന് പറയുന്നത്. ബിംബേത്ക എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അവിടെ ഇത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് 2003 എന്തെന്ന് പറയുന്നത്. ഇത് 2003 യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഡസ് ഖജുരാവോ ടെമ്പിൾ? ഖജുരാവോ ടെമ്പിൾ അത് മധ്യപ്രദേശിലാണ്. ഖജുരാവോ എവിടെയാണ്? ഖജുരാവോ ഈസ് ഓൾസോ ഇൻ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഖജുരാവോ ഓൾസോ ഇൻ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പം ഇതെന്ന് പറയുന്നത് 30,000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ബിംബേത്ക കേവ്സ് എന്ന് പറയുന്നത്. ഇത് VS വഗാർക്കർ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. VS വഗാർക്കർ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഖജുരാവോ ടെമ്പിളില് ഏത് ആർക്കിടെക്ചർ ആണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗര സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ ആണ്. ഇതില് റിഫ്ലക്ട് ചെയ്ത് നഗര സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ ആണ്. ഇത് ഏതാണ്? ഇത് 1986 എന്ത് ചെയ്തു? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ ഖജുരാവോ ടെമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ കാന്തരിയ മഹാദേവ ടെമ്പിളും ഒക്കെ ഇവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഡൈനാസ്റ്റിയാണ് ഖജുരാവോ ടെമ്പിൾസ് പണി കഴിപ്പിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡൈനാസ്റ്റിയാണ്? ചന്ദേല ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്തത്? ഖജുരാവോ ടെമ്പിൾസ് പണി കഴിപ്പിച്ച ചന്ദേല ഡൈനാസ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഖജുരാവോ എവിടെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മധ്യപ്രദേശിലാണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ. കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരാം.